ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വിതരണം ചെയ്യും. കേരളത്തിൽ നിന്ന് പെരുമ്പടപ്പ പഞ്ചായത്തും കിലയും പുരസ്കാരം ഏറ്റുവാങ്ങും. 7ാമത് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ ഫൈനൽ റൌണ്ടിന് തുടക്കം. മത്സരാർത്ഥികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. ബിരുദ കോഴ്സുകളിലേക്കുള്ള പൊതുപ്രവേശന പരീക്ഷയിൽ പുതിയ പരിഷ്കാരങ്ങൾ വരുത്തി UGC. കേരളത്തിലെ 31 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. ഇന്ത്യ-ഓസ്ട്രേലിയ വനിതാ ക്രിക്കറ്റ് പരമ്പരയുടെ 3ാം മത്സരം ഇന്ന് ആരംഭിക്കും. വാർത്തകൾ വിശദമായി. 2024 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിലെ വിഗ്യാൻ ഭവനിൽ വിതരണം ചെയ്യും. വിവിധ വിഭാഗങ്ങളിലായി 45 പുരസ്കാരങ്ങളാണ് നൽകുന്നത്. കേരളത്തിൽ നിന്ന് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ പഞ്ചായത്തും കിലയും പുരസ്കാരം ഏറ്റുവാങ്ങും. പുരസ്കാരം നേടിയ പഞ്ചായത്തുകളുടെ നൂതനവും ഫലപ്രദവുമായ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ബുക്ക്ലെറ്റ് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ചടങ്ങിൽ പ്രകാശനം ചെയ്യും. 7ാമത് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ ഫൈനൽ റൌണ്ടിന് ഇന്ന് തുടക്കം. അവസാന റൌണ്ടിലെ മത്സരാർത്ഥികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ 51 കേന്ദ്രങ്ങളിലാണ് ഹാക്കത്തോൺ സംഘടിപ്പിക്കുന്നത്. 1300-ലധികം വിദ്യാർത്ഥി സംഘങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കേരളത്തിൽ കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഹാക്കത്തോണിന് തുടക്കമായി. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ എന്നീ 2 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. മഹാനായ തമിഴ് കവിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ സുബ്രഹ്മണ്യ ഭാരതിയുടെ സമ്പൂർണ്ണ കൃതികളുടെ സമാഹാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രകാശനം ചെയ്യും. 23 വാല്യങ്ങളിലായാണ് കൃതി സമാഹരിച്ചിരിക്കുന്നത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ സന്ദർശിച്ചു. ഇന്ത്യ എല്ലായ്പ്പോഴും റഷ്യൻ സുഹൃത്തുക്കൾക്കൊപ്പം നിന്നിട്ടുണ്ടെന്നും ഭാവിയിലും അത് തുടരുമെന്നും കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. പ്രതിരോധ മേഖലയിൽ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ റഷ്യ ഉഭയകക്ഷി പ്രതിരോധ ബന്ധത്തിന്റെ എല്ലാ മേഖലയിലെ പ്രവർത്തനങ്ങളും അവലോകനം ചെയ്ത ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 21ാമത് യോഗവും കഴിഞ്ഞ ദിവസം ചേർന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും റഷ്യൻ പ്രതിരോധ മന്ത്രി ആന്ദ്രേ ബെലോസോവും യോഗത്തിൽ സംയുക്തമായി അധ്യക്ഷത വഹിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഗവർണറായി റവന്യൂ സെക്രട്ടറി സഞ്ജയ് മൽഹോത്ര ഇന്ന് ചുമതലയേൽക്കും. 3 വർഷത്തേക്കാണ് നിയമനം. ബിരുദ കോഴ്സുകളിലേക്കുള്ള പൊതുപ്രവേശന പരീക്ഷയായ CUET UGയിൽ പരിഷ്കാരങ്ങൾ വരുത്തി UGC. അടുത്ത അധ്യയന വർഷം മുതൽ 12ാം ക്ലാസ്സിൽ പഠിച്ച വിഷയങ്ങൾ പരിഗണിക്കാതെ ഏത് വിഷയത്തിലും CUET UG പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥികളെ അനുവദിക്കുമെന്ന് UGC ചെയർപേഴ്സൺ M ജഗദീഷ് കുമാർ പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. UGC രൂപീകരിച്ച വിദഗ്ധ സമിതി നൽകിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഇനി മുതൽ CUET UG പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത ടെസ്റ്റ് രൂപത്തിലായിരിക്കും നടത്തുക. അടുത്ത വർഷം മുതൽ 37 വിഷയങ്ങൾക്ക് പകരം 63 വിഷയങ്ങളിൽ CUET UG പരീക്ഷ നടത്തും. വിദ്യാർത്ഥികൾക്ക് പരമാവധി 5 വിഷയങ്ങളിൽ പരീക്ഷ എഴുതാനാകും. എല്ലാ പരീക്ഷകൾക്കും 60 മിനിറ്റ് ദൈർഘ്യമുണ്ടാകും. പരീക്ഷയിലെ ഓപ്ഷണൽ ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വിമതർ അധികാരം പിടിച്ച സിറിയയിൽ ഇടക്കാല സർക്കാരിന്റെ താൽക്കാലിക പ്രധാനമന്ത്രിയായി മുഹമ്മദ് അൽ ബഷീറിനെ നിയമിച്ചു. പ്രസിഡന്റ് പദവിയിൽ നിന്നും ബഷാർ അൽ അസദിനെ അട്ടിമറിച്ച വിമത സേനയുടെ പിന്തുണയോടെ മാർച്ച് 1 വരെ ഇടക്കാല ഭരണ സംവിധാനത്തെ നയിക്കുമെന്ന് മുഹമ്മദ് അൽ അറിയിച്ചു. വിമതരുടെ നിയന്ത്രണത്തിലുള്ള വടക്കു പടിഞ്ഞാറൻ സിറിയൻ മേഖലയിലെ ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് അൽ ബഷീർ. സംഘർഷം തുടരുന്ന സിറിയയിൽ നിന്ന് 75 ഇന്ത്യൻ പൌരന്മാരെ ഒഴിപ്പിച്ചു. ഇവർ ലെബനനിൽ എത്തി. ഉടൻ ഇന്ത്യയിലേക്ക് മടങ്ങും. ദമാസ്കസിലും ബെയ്റൂട്ടിലുമുള്ള ഇന്ത്യൻ എംബസികളാണ് ഒഴിപ്പിക്കൽ നടപടി ഏകോപിപ്പിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിനിടെ തെക്കൻ സിറിയയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമാക്കി. ശത്രു സൈന്യങ്ങൾ അതിർത്തിയിലേക്ക് അടുക്കുന്നത് തടയാനാണിതെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പ്രതികരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കൻ ജൂതസമിതി പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ-US ഉഭയകക്ഷി പങ്കാളിത്തത്തെക്കുറിച്ചും പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു. രാജ്യസഭാ അധ്യക്ഷനെതിരെ അവിശ്വാസ പ്രമേയം മുന്നോട്ട് വെച്ച പ്രതിപക്ഷ നടപടിയെ അപലപിച്ച് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. സഭാ നടപടികൾ സുഗമമായി നടക്കുന്നതിനായി അധ്യക്ഷന്റെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. का ऑर्डर को आप पालन नहीं करेंगे फिर सदन ठीक से नहीं चल सकता है. ये व्यवस्था बनाया हुआ है, लेकिन कांग्रेस पार्टी और उनके साथियों ने लगातार चेयर का अपमान किया है और चेयर का डायरेक्शन को भी नहीं मानते हुए बहुत गलत तरीके से सदन में व्यवहार किया है. സംസ്ഥാനത്തെ 31 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് രാവിലെ 10-ന് അതത് കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ ആരംഭിക്കും. ഫലം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് വഴി അറിയാം. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തൃക്കലങ്ങോട് വാർഡ് ഉൾപ്പെടെ 11 ജില്ലകളിലായി 4 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിൽ ഇന്നലെയായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. കേരളത്തിന്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് മറ്റന്നാൾ തിരുവനന്തപുരത്ത് തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. ഹോങ്കോങ്ങിൽ നിന്നുള്ള സംവിധായക ആൻ ഹൂയിക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകി ആദരിക്കും. വിശദാംശങ്ങളിലേക്ക്. വിഖ്യാത ബ്രസീലിയൻ സംവിധായകൻ വോൾട്ടർ സാലസ് സംവിധാനം ചെയ്ത ഐ ആം സ്റ്റിൽ ഹിയർ ആണ് മേളയുടെ ഉദ്ഘാടന ചിത്രം. ഈ മാസം 20 വരെ നീളുന്ന മേളയിൽ 68 രാജ്യങ്ങളിൽ നിന്നുള്ള 177 സിനിമകൾ പ്രദർശിപ്പിക്കും. അർമീനിയയിൽ നിന്നുള്ള 7 ചിത്രങ്ങൾ കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കും. 13,000-ൽ പരം പ്രതിനിധികൾ മേളയിൽ പങ്കെടുക്കും. 100ഓളം ചലച്ചിത്ര പ്രവർത്തകർ അതിഥികളായി എത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ന് ഗുരുവായൂർ ഏകാദശി. ക്ഷേത്രത്തിൽ ഭക്തജന തിരക്കേറി. ലക്ഷങ്ങൾ ഇന്ന് ഗുരുവായൂരിലെത്തും. വിപുലമായ ആഘോഷങ്ങളാണ് ഗുരുവായൂരിൽ ഒരുക്കിയിട്ടുള്ളത്. ഇന്ത്യ-ഓസ്ട്രേലിയ വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന്. ഓസ്ട്രേലിയയിലെ പെർത്തിൽ ഇന്ത്യൻ സമയം രാവിലെ 9:50-ന് മത്സരം ആരംഭിക്കും. പരമ്പരയിലെ കഴിഞ്ഞ 2 മത്സരവും ഓസ്ട്രേലിയ ജയിച്ചു. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചൈനയുടെ ഡിങ് ലിറനും ഇന്ത്യയുടെ ഡി ഗുഗേഷും തമ്മിലുള്ള 13ാം മത്സരം ഇന്ന്. സിംഗപ്പൂരിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30-ന് മത്സരം ആരംഭിക്കും. നിലവിൽ 6 പോയിന്റുമായി ഇരുവരും സമനിലയിലാണ്. ഭുവനേശ്വറിൽ നടക്കുന്ന ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിന് ഇന്ന് സമാപനമാകും. നിലവിൽ 207 പോയിന്റുമായി ഹരിയാനയാണ് മുന്നിൽ. കേരളം 6ാമതാണ്. ഇന്നലെ അണ്ടർ 16 പെൺകുട്ടികളുടെ ലോങ് ജമ്പിൽ കേരളത്തിന്റെ അനന്യ ദേശീയ റെക്കോർഡോടെ സ്വർണം നേടി. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറി ഇന്ന് ശ്രീലങ്ക തമിഴ്നാട് തീരത്തിന് സമീപത്തേക്ക് നീങ്ങാൻ സാധ്യത. കേരളത്തിൽ നാളെ അതിശക്ത മഴയ്ക്ക് സാധ്യത. നാളെ ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള തീരത്ത് മീൻ പിടിക്കാൻ പോകരുതെന്ന് നിർദ്ദേശം. ഹോങ്കോങ് വിഷയങ്ങളിൽ ഇടപെടുന്ന US ഉദ്യോഗസ്ഥർക്ക് വിസ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ചൈന. ഹോങ്കോങ് സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻ ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥർക്ക് വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള US പ്രഖ്യാപനത്തിന് മറുപടിയായാണ് ചൈനയുടെ ഈ നീക്കം. റിപ്പബ്ലിക്കൻ പാർട്ടി പ്രവർത്തക ഹർമീത് ധില്ലനെ പൌരാവകാശങ്ങൾക്കുള്ള അസിസ്റ്റന്റ് അറ്റോർണി ജനറലായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിയമിച്ചു. പൌരാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് തന്റെ തൊഴിൽ ജീവിതത്തിലുടനീളം ഹർമീത് നിലകൊണ്ടിട്ടുള്ളതായി അദ്ദേഹം പ്രഖ്യാപന വേളയിൽ പറഞ്ഞു. അന്തരിച്ച കർണാടക മുൻ മുഖ്യമന്ത്രി SM കൃഷ്ണയുടെ സംസ്കാരം ജന്മനാടായ മദ്ദൂരിലെ സോമനഹള്ളിയിൽ ഇന്ന് നടക്കും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ബംഗളൂരുവിലെ വസതിയിൽ ഇന്നലെ പുലർച്ചെയായിരുന്നു അന്ത്യം. കണ്ണൂർ പിലാത്തറ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിന് നാളെ തുടക്കമാകും. 15 വർഷങ്ങൾക്കു ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. 2ാമത് കണ്ണൂർ സർവകലാശാല സാഹിത്യോത്സവം ഇന്ന് സർവകലാശാല താവക്കര ക്യാമ്പസിൽ ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വിതരണം ചെയ്യും. കേരളത്തിൽ നിന്ന് പെരുമ്പടപ്പ പഞ്ചായത്തും കിലയും പുരസ്കാരം ഏറ്റുവാങ്ങും. 7ാമത് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ ഫൈനൽ റൌണ്ടിന് തുടക്കം. മത്സരാർത്ഥികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. ബിരുദ കോഴ്സുകളിലേക്കുള്ള പൊതുപ്രവേശന പരീക്ഷയിൽ പുതിയ പരിഷ്കാരങ്ങൾ വരുത്തി UGC. കേരളത്തിലെ 31 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. ഇന്ത്യ-ഓസ്ട്രേലിയ വനിതാ ക്രിക്കറ്റ് പരമ്പരയുടെ 3ാം മത്സരം ഇന്ന് ആരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.